ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് സഹാവ് പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ പാർട്ടി ഇനി വിശ്വസിക്കുന്ന സഹാക്കളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്, പിണറായി വിജയൻ എന്തോ വലിയ പദ്ധതിയുണ്ട്, ഈ പോലീസിനെ അങ്ങ് ശുദ്ധീകരിച്ച് കളയാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് കയ്യിൽ വെക്കുകയാണ് എന്നാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ തികഞ്ഞ പരാജയമാണെങ്കിൽ ഡബിൾ പരാജയമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ. ഒന്നാം പിണറായിയുടെ കാലത്ത് ഏറ്റവും കുറഞ്ഞ മത്സ്യം തില്ലങ്കേരിയെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഉദ്യോഗസ്ഥരാണ് ആ വകുപ്പിനെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ യാതൊരു കൺട്രോളും ഇല്ല. ഈ നമ്മുടെ അജിത് കുമാർ ഉണ്ടായിരുന്ന സമയത്ത് അജിത് കുമാർ ആയിരുന്നു അതിന്റെ സർവ്വ സൈന്യാധിപൻ എന്ന് പറയാം. പിന്നീട് അതിപ്പോ റവാഡ വന്നപ്പോ പോലും അദ്ദേഹത്തിന് പോലും ഇത് നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനെ നന്നാക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്. പോലീസ് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ CPM പഴി പറഞ്ഞിരുന്ന ആളാണ് ഇന്ന് DGP ആയി നിൽക്കുന്നത്. നോക്കൂ, കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അങ്ങോളം ഇങ്ങോളം ഈ ഗുണ്ടകളെ, കാക്കിയിട്ട ഗൂൺസിനെ വളർത്തിയാണ് CPM ചെയ്തത്. അവരുടെ പ്രവർത്തകരുടെ ഗുണ്ടായുസത്തിനും അവരുടെ പ്രവർത്തകരുടെ കൊള്ളരുതായ്ക്കും കാവൽ നിൽക്കുക, ബാക്കിയുള്ളവരെ എല്ലാം തച്ചു തകർക്കുക എന്നുള്ള നയമായിരുന്നു ഒന്നാം പിണറായിയുടെ കാലത്തുള്ളത്. ഇപ്പൊ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തെത്തിയപ്പോ അത് കൈവിട്ടുപോയി. ഇപ്പം ഡിവൈഎഫ്ഐക്കിട്ട് വടി കിട്ടുന്നുണ്ട്. കൊല്ലത്ത് കണ്ടില്ലേ, DYFI പ്രവർത്തകരെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. CPM-നിട്ടും കിട്ടാൻ തുടങ്ങി. അതായത് ഇവരുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിലേക്ക് പോലീസ് സംവിധാനം കുത്തഴിഞ്ഞു പോയി. അതിനെ നിയന്ത്രിക്കാൻ ഏറ്റവും അത്യാവശ്യം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ് കുറച്ചു കാലമേ ഉള്ളൂ എങ്കിൽ പോലും പുതിയൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ പോലീസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലുന്നതിന് കൂട്ടുനിൽക്കുന്നത് ഇതേ പോലീസാണ്. DYFIക്ക് തല്ലാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് പോലീസാണ്. ആ പോലീസിന് തല്ലാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ്. നമ്മൾ കണ്ടാണല്ലോ ആലപ്പുഴയിൽ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് തലതല്ലി പൊളിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ നേരിട്ടിറങ്ങി പ്രോട്ടോകോൾ ലംഘിച്ച് ഇറങ്ങി അടിക്കുന്ന സമയത്ത് ബസിന്റെ ഫ്രണ്ടിൽ നിന്ന് കൈകൊട്ടിച്ചിരിച്ച മുഖ്യമന്ത്രിയാണ് ഇവരുടെ മോട്ടിവേഷൻ. വേറെ ആരാണ് ഇവരുടെ മോട്ടിവേഷൻ? അതായത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട് എന്ന രീതിയിൽ രാജഭക്തി മൂത്ത് രാജാവിനെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നതാണോ ഇതെല്ലാം എന്നത് ഒന്നാമത്തെ സംശയം. രണ്ട്, കഞ്ചാവ് വണ്ടിക്ക് എസ്കോർട്ട് പോകുന്ന പണിയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റികളിലും ഏതെങ്കിലും ഒരു സൈഡിൽ പോലീസ് ഉണ്ട്. മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി എടുത്ത ദിവസത്തിന്റെ 10, 30, 40 ഇരട്ടി എടുത്തു ഇപ്പോ കുന്നംകുളത്തെ പോലീസിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പോലീസുകാരുടെ ഉള്ളിൽ തന്നെ സംഘടനാ പ്രവർത്തനത്തെ വളർത്തുകയും അങ്ങനെ കുറെ സഹാക്കളെ, CPM സഹാക്കളെ പോലീസിൽ തന്നെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തതുകൊണ്ട് ആ സഹാക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കില്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ, ഞങ്ങളുടെ പ്രവർത്തകരെ അന്യായമായി തടങ്കലിൽ വെക്കുകയോ അന്യായമായി കൈകാര്യം ചെയ്യുകയോ ചെയ്ത എല്ലാ പോലീസ് സഹാക്കളെയും തൊലിയുരിഞ്ഞ് തെരുവിൽ കൊണ്ടുവന്ന് നിർത്തും എന്നതിൽ സംശയം വേണ്ട. അതിന് ചിലപ്പോൾ സമയമെടുത്തേക്കാം. നിയമ പോരാട്ടമുണ്ട്, രാഷ്ട്രീയ പോരാട്ടമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ രാജ്യത്ത് പൗരന് അനുവദിച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ പോലീസ് ഏമാമാരുടെ കാക്കിയുടെ പുറകെ ഒരു വേട്ടപ്പട്ടിയെ പോലെ കൂടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരെ ദേഹത്ത് കൈവച്ചവരുടെ എല്ലാം അവരുടെ കാക്കി വലിച്ചു കീറി തൊലി ഉരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കാക്കിയല്ല മറിച്ച് ചെങ്കൊടിയാണ് എന്നത് പൊതുസമക്ഷം ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ഉള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഏതെങ്കിലും പോലീസുകാരൻ ഇനി ആക്രമിച്ചാൽ ആ പോലീസുകാരൻ ഇരിക്കുന്ന സ്റ്റേഷനിലേക്കല്ല മറിച്ച് അയാളുടെ വീട്ടിലേക്ക് പ്രകടനവുമായി പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കാര്യം അവന്റെയൊക്കെ അമ്മയും പെങ്ങളും ഭാര്യയും മക്കളും ഒക്കെ അറിയണ്ടേ ഇവനൊക്കെ സ്റ്റേഷനിൽ പോയി കാണിച്ചു കൂട്ടുന്ന ഗുണ്ടായിസം എന്താണെന്ന് അവർക്ക് കൂടി തോന്നണമല്ലോ. എന്നിട്ട് അവര് പറയണം, അപ്പ അല്ലെങ്കിൽ അമ്മ, അപ്പ അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ സഹോദര, ഇനി ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ചെയ്യുന്നതിന്റെ ഭവിഷ്യത്ത് ഞങ്ങൾ കൂടിയാണ് അനുഭവിക്കുന്നത്. കാര്യം ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലി വീട്ടിൽ കൊണ്ടുപോയി ഇടുമ്പോൾ അവരെ നോക്കുന്നതും വേദനിക്കുന്നതും അവരുടെ കുടുംബാംഗങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് അങ്ങനത്തെ പണി കാണിച്ച ഇവരുടെ കുടുംബത്തിലേക്ക് കൂടി ഇനി പ്രകടനമായി മുമ്പോട്ട് പോകണമെങ്കിൽ അത് പോകാനും യൂത്ത് കോൺഗ്രസും തയ്യാറാകും. യാതൊരു സംശയവുമില്ല. ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിനിടയിൽ ADGP S ശ്രീജിത്ത് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. അതായത് ഈ പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു പോകുന്നതിൽ ജാഗ്രത വേണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഇടി കൊടുക്കുമ്പോൾ CCTV ഇല്ലാത്തടത്ത് കൊണ്ടുപോയി ഇടിക്കണമെന്നാണോ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവന് ബോധമില്ലാത്തതുകൊണ്ടാണ്. ADGP ഒക്കെ അവനെ വിളിക്കേണ്ടതിന്റെ ഗതിയോടെ ആലോചിച്ചു. അവന് ബോധമില്ലാത്തതുകൊണ്ടാണ്. കാര്യം ഈ വിഷയം ഉണ്ടായി, അതായത് കുന്നംകുളത്തെ വിഷയം വെളിയിൽ വന്ന ദിവസം തന്നെയാണ്. കുന്നംകുളം വിഷയം പ്രതിപാദിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലും സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞു, അതായത് പോലീസ് സ്റ്റേഷനിലെ ക്യാമറകൾ കണ്ണടയ്ക്കാൻ പാടില്ല. അങ്ങനെ കണ്ണടച്ചാൽ അടുത്ത മണിക്കൂറിൽ തന്നെ അത് ശരിയാക്കണം. അങ്ങനെ ശരിയാക്കിയില്ലെങ്കിൽ അത് കൃത്യവിലോപമായി കാണും
എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം ആരംഭിച്ച് ഇത്ര മാസത്തിനുള്ളിൽ 112 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായി ഈ രാജ്യത്ത്. അതിൽ 4ാം സ്ഥാനത്താണ് കേരളമുള്ളത്, 4ാം സ്ഥാനത്ത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ സുപ്രീം കോടതി നേരിട്ട് പറഞ്ഞൊരു ഗൈഡ് ലൈനെ ഈ ADGP എന്ന് പറയുന്ന മഹാൻ അല്ലെങ്കിൽ ഈ പോലീസ് സംവിധാനത്തിലെ ചില ശുംഭന്മാർ, ജയരാജന്റെ ഒക്കെ ഭാഷ കടമെടുത്താൽ ചില ശുംഭന്മാർ, തലയിൽ വിവരമില്ലാത്തവൻ, മൂളയില്ലാത്തവന്മാർ, അവന്മാർ സുപ്രീം കോടതി വിധിക്കെതിരായി മറ്റൊരു സർക്കുലർ ഇറക്കുകയാണ്. ഹീറപ്പ് പേപ്പറിന്റെ വില ഇപ്പോൾ ഇവിടുത്തെ ജനം കൊടുക്കുമോ? ഇവന്മാരുടെ സർക്കുലറിന് കൊടുക്കുമോ? ഇനി നാളെ ഇതേ DGP പറയാണ് ഇനി എല്ലായിടത്തും CCTV ഉള്ള ഇത് നല്ലപോലെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന പോലീസാണ് ഇവിടെ ഉള്ളത്. പോലീസ് മുഴുവൻ ഏതാണ്ട് ഞങ്ങൾ പണ്ടൊക്കെ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, അങ്ങേക്ക് അറിയാമല്ലോ, ഏതാ? പോലീസ് എല്ലാം ഡാഷ് അല്ല, എന്നാലും ചില ഡാഷുകൾ ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥ. അതായത് ഏതാണ്ട് 50% വൃത്തികെട്ടവന്മാർ ഇല്ലാതുണ്ട് എന്നായിരുന്നു പണ്ടത്തെ നിലപാടെങ്കിൽ ഇപ്പൊ ഏതാണ്ട് 90% ഈ കൊള്ളരുതാത്തവന്മാരാണെന്നേ ഉള്ളത്. ഈ കൊള്ളരുതാത്തവന്മാർ ഞാൻ 2-3 എക്സാമ്പിളുകൾ പറയാം, എന്നിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്ന്, കൊല്ലം പാരിപ്പള്ളി ഒരു കരസേനാ ഉദ്യോഗസ്ഥനെ, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അനിയനെയും ഇവന്മാർ ബലാത്കാരമായി പിടിച്ചു വെച്ചു, അറസ്റ്റ് ചെയ്തു. ഒടുക്കം സൈന്യത്തിന് നേരിട്ട് ഇടപെടേണ്ടി വന്നു. ഞങ്ങളുടെ ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്താൽ ആ രീതിയിൽ ഇനി തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയേണ്ട അവസ്ഥയുണ്ടായി. അങ്ങനെ അയാളുടെ കല്യാണം മുടങ്ങി കള്ളക്കേസിൽ. അയാളുടെ സഹോദരന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. എറണാകുളത്ത് ഒരു മത്സ്യ കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ മത്സ്യക്കുട്ട തട്ടിത്തെറിപ്പിച്ചു പോകുന്ന പോലീസ് ഏമാനെ നമ്മൾ കണ്ടു. അതുപോലെ തിരുവനന്തപുരത്ത് ഒരു SC/ST യുവതിയെ ഒരു കള്ളപ്പരാതിന്മേൽ, ഒരു തെറ്റിദ്ധാരണയുള്ള പരാതിന്മേൽ മുടിക്കുത്തിന് പിടിച്ചുകൊണ്ടാണ് ഒന്നാർ കൊണ്ടുപോയത്. ഇപ്പൊ അങ്ങിരിക്കുന്ന അതേ തിരുവനന്തപുരത്താണ്. പക്ഷെ എന്നാൽ കൃത്യനിർവഹണം നടത്തുന്നവന്മാർ പരാജയമാണ്. കാര്യം 7 മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് പാളയം എന്ന് പറയുന്നത് അങ്ങേക്ക് അറിയാമല്ലോ, ഏറ്റവും ജനനിബിഡമായിട്ടുള്ള അതിന്റെ തൊട്ടടുത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനുള്ള സ്ഥലത്ത് പാളയത്ത് ഒരു പെൺകുട്ടിയെ രണ്ടവന്മാരെ ആക്രമിച്ചിട്ട് അവിടെ പോലീസ് എത്താൻ എടുത്തത് 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ. അതായത് എത്തേണ്ട സ്ഥലങ്ങളിലൊന്നും പോലീസ് എത്തുന്നില്ല, എത്തുന്ന ഭാഗത്തോടത്തെല്ലാം എത്താനും പണി ചെയ്യാനും ഇവന്മാർ തയ്യാറാകും. അൻവർ പറഞ്ഞാണല്ലോ, അതായത് SP-മാർക്ക്, DSP-മാർ, SP-മാർക്കും SP-മാർ അതിന് മുകളിലുള്ള ADGP-മാർക്കും പരാതിക്കാരെ കാഴ്ചവെക്കുകയാണ്. ഏത് സ്ത്രീകളായിട്ടുള്ള പരാതിക്കാരെ കാഴ്ചവെക്കുകയാണ്. ആ വിഷയത്തിൽ എന്ത് അന്വേഷണമാണ്, എന്ത് നടപടിയാണ് ഈ പോലീസോ അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ ഗവൺമെന്റോ എടുത്തിട്ടുള്ളത്? അപ്പോ ഇതൊരു ഗുണ്ടാ സംഘമായി, മാഫിയ സംഘമായി മാറിയിരിക്കുകയാണ് പോലീസ്. പക്ഷെ അങ്ങനെ ഇവന്മാരെ അത് വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തകരെ എന്ന് മാത്രമല്ല, ഈ പൊതുജനത്തെ കൈകാര്യം ചെയ്ത് കളയാൻ പോലീസ് ഇറങ്ങിയാൽ അവരെ തിരിച്ച് കൈകാര്യം ചെയ്യാൻ ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ തയ്യാറാവും. വരും ദിവസങ്ങളിൽ ഇപ്പൊ നാളെ കഴിഞ്ഞുമായി KPCC ആഹ്വാന പ്രകാരം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഞങ്ങൾ മാർച്ച് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന മാർച്ചിൽ അതിന് നേരെ ഇനി പോലീസ് അട്രോസിറ്റിയുമായി ഇറങ്ങി വന്നാൽ സഹാക്കന്മാരെല്ലാം കയ്യും കാലും ഒടിഞ്ഞ് വീട്ടിൽ കിടക്കേണ്ടി വരും പോലീസിനുള്ളിലെ സഹാക്കന്മാർ എന്നുള്ളത് അവർ മനസ്സിലാക്കിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.